കേന്ദ്രം അവഗണന തുടർന്നാൽ സംസ്ഥാനത്തിന് പ്ലാൻ ബി വേണ്ടിവരുമെന്നാണ് ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ പറഞ്ഞത്. എന്നാൽ ഈ പ്ലാൻ ബി എന്താണെന്ന കാര്യത്തിൽ മന്ത്രിക്കും വ്യക്തതയില്ല. സ്വകാര്യ മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നത് ഗത്യന്തരമില്ലാത്തതുകൊണ്ടല്ലെന്ന് മന്ത്രി വിശദീകരിച്ചു. ബജറ്റ് അവതരണം രാഷ്ട്രീയ പ്രസംഗമായെന്ന വിമർശനത്തെ തള്ളി 24-ന് അനുബന്ധിച്ച പ്രത്യേക അഭിമുഖത്തിലാണ് മന്ത്രി വിമർശനങ്ങൾക്ക് മറുപടി പറഞ്ഞത്. സംസ്ഥാനം തിരിച്ചുവരാനാകാത്ത വിധം സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന വാദം തെറ്റെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. അർഹമായ വിഹിതം കേന്ദ്രം അനുവദിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളെ നിലവിലുള്ളൂ. ഖജനാവ് പൂട്ടി താക്കോലുമായി നടക്കുകയാണെന്ന വിമർശനം ശരിയല്ല. താൻ മന്ത്രിയായ ശേഷം ബജറ്റ് തുക 30,000 കോടി രൂപയോളം വർദ്ധിച്ചെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ വർഷം 1,58,000 കോടി രൂപ ചെലവാക്കി. എന്ന് പറഞ്ഞാൽ 1,38,000 1,58,000. ഈ വർഷം അത് 1,68,000 ആവും. അപ്പോൾ സാധാരണഗതിയിൽ ഇതെല്ലാം പൊളിഞ്ഞുപോയി, അടഞ്ഞുപോയി, പണം ചെലവാക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1,38,000 കഴിഞ്ഞ് 3 വർഷം കഴിയുമ്പോൾ 1,68,000 ആവണ്ടല്ലോ. അതേ ഞാൻ പറഞ്ഞുള്ളൂ, അല്ലാതെ ബുദ്ധിമുട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. ബുദ്ധിമുട്ടുണ്ട്. കേന്ദ്രം സമീപനം തിരുത്തുമെന്നാണ് പ്രതീക്ഷയെന്നും അവഗണന തുടർന്നാൽ പ്ലാൻ ബി വേണമെന്നുമാണ് മന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞത്. എന്താണ് ആ പ്ലാൻ ബി? പ്ലാൻ ബി എന്ന് പറഞ്ഞത് നമുക്ക് ഇപ്പം നമ്മളുള്ള കൺവെൻഷനായിട്ടുള്ള കാര്യമല്ല. കൂടുതൽ ഇൻകം ഉണ്ടാക്കാൻ വേണ്ടി, കൂടുതൽ ആക്ടിവിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ വേണം. അത് ഡിസ്കസ് ചെയ്ത് രൂപപ്പെടുത്തേണ്ടതാണ്. എല്ലാം രൂപപ്പെടുത്തി വെച്ചേക്കുന്നു എന്നല്ല അർത്ഥം. സംസ്ഥാനത്ത് അധിക വിഭവ സമാഹരണത്തിന് പരിമിതിയുണ്ടെന്നും കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. മദ്യത്തിനോ ഇന്ധനത്തിനോ ഇനി നികുതി ഏർപ്പെടുത്താനാകില്ല. അടിസ്ഥാന മേഖലയിൽ നിക്ഷേപം ആകർഷിച്ച് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും വിപണിയെ സജീവമാക്കുകയുമാണ് മുന്നിലുള്ള വഴി. സ്വകാര്യ നിക്ഷേപത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരുകൾ ഒരു കാലത്തും എതിർത്തിട്ടില്ലെന്നും മന്ത്രി. ഏത് കാലത്തും സ്വകാര്യ മൂലധനം വരുന്നതിന് ഇടതുപക്ഷം എതിരല്ല. പക്ഷേ സ്വകാര്യ മൂലധനം വരുന്നെങ്കിലും ജനങ്ങളെ വല്ലാതെ എക്സ്പ്ലോയിറ്റ് ചെയ്യുകയോ ഏറ്റവും മിനിമം ആയിട്ടുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കാതിരിക്കുമെന്നും അത് പറ്റില്ല. ഇതല്ലേ പറയുന്നുള്ളൂ. ബാക്കി എന്നാ ഇവിടെ സ്വകാര്യ മൂലധനം ഇല്ലാത്തത്? ബജറ്റ് രാഷ്ട്രീയ പ്രസംഗമായെന്ന വിമർശനം മന്ത്രി തള്ളി. വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ കേന്ദ്ര അവഗണന വ്യക്തമാക്കുകയാണ് ചെയ്തത്. കർണാടക, തമിഴ്നാട്, പശ്ചിമബംഗാൾ, പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങളും കേന്ദ്രത്തിനെതിരെ സമരപാതയിലാണെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക് 24.